എന്തിട്ട് പരിപാടി മക്കളെ? അങ്ങനെ നമ്മളേ ഇന്നലെ കിടന്നുറങ്ങിയത് കണ്ടില്ലേ? ഈ റോഡ് സൈഡിൽ ഈ ഷെഡിൻ്റെ അടിയിൽ കിടന്നുറങ്ങിയത്. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാനുള്ള പരിപാടി അങ്ങോട്ട്. സമയം 6 മണിയായി. ഭയങ്കര ക്ഷീണം. എത്ര ഉറങ്ങി മതിയാവുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ അവിടെ കിടക്കുമ്പോൾ ആരോ വന്നിട്ട് ഇതേപോലെ ഞാൻ തലപ്പുറത്തേക്ക് വെച്ചുള്ള ടെൻറ്റിൻ്റെ ഇവിടെ ഞാൻ വന്ന് വരച്ചിട്ട് പോയ പോലെ. ഞാൻ പെട്ടെന്ന് ഞെട്ടിയപ്പോൾ എനിക്ക് ഞാൻ ഉറങ്ങി എനിക്ക് അവനുണ്ടില്ല. അത് സെക്കായി പെട്ടെന്ന് എന്തോന്നപ്പോൾ എന്നിട്ട് ഞാൻ ഇട്ടിട്ട് പരമാവധി നോക്കിയപ്പോൾ അല്ലെങ്കിൽ കാറ്റ് വീശടിച്ചാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോൾ അപ്പുറത്തെ ആൾക്കാർ എനിട്ടുണ്ടായിരുന്നു. അവിടെ 3 മണിക്ക് എന്തൊക്കെ അരിയണൊക്കെ സൗണ്ട് കേട്ടിരുന്നു. പിന്നെ അവർ തുറന്നു പോയതാണ്. എന്തൊക്കെയാണാവോ ആകെ ഇന്നലെ അത് ആലോചിച്ച് കിടന്നിട്ട് പിന്നെ ആ ഒരു ടെൻഷനിൽ കിടന്നു. പിന്നെ അതും കൂടി ആയിപ്പോൾ പിന്നെ ആകെ ചെട്ടിയിട്ട് പറയണ്ട. ഇങ്ങനെ അയ്യോ കൂടിയിട്ട് നേരെ പിടിക്കണം. ഇവിടുത്തെ ഗയ പോകാൻ ചോദിച്ചിട്ടുണ്ട്. ഗയ പോകണ വഴിക്ക് ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടേക്ക് പിടിക്കാൻ ചോദിച്ചിട്ട് അവിടെ എത്ര കിലോമീറ്റർ ഇന്നലെ നോക്കിയിട്ടുണ്ടാവുന്നു. ഓർമ്മയില്ല. 80 കിലോമീറ്റർ ഉണ്ടോ 24 കിലോമീറ്റർ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ 50 കിലോമീറ്റർ ഉണ്ടാവും വിചാരിക്കുന്നു. ഞാൻ നോക്കട്ടെ, സാധനങ്ങളൊക്കെ എടുത്തേക്കട്ടെ കേട്ടോ. ഞാനിന്നേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സുഖമില്ലെന്ന ദിവസം എന്താ പറയുക, ആകെ ഒരു മൂളാഫ്, ആകെ ചടച്ച അവസ്ഥയാണ്. എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ടൊന്നും പറ്റിട്ടില്ല. അങ്ങനെ ഞാൻ 10-30 കിലോമീറ്റർ വന്നു. അങ്ങനെ ഈ ഒരു ബസ് പോയിട്ടില്ല, ഇവിടെ ഇരിക്കുക കിടന്നു കുറേ നേരം. എത്ര 10:45 തൊട്ടിട്ട് ഞാൻ ഇരിക്കണത്. സമയത്ത് ഇരിക്കണത് 12 മണിയായി സമയം. 1 മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ 2 വണ്ടികളൊക്കെ വന്നു. 2 ലോറിക്കാർ വന്നു. അവർ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് നാട്ടിൽ ഫുള്ള് ഫുഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. നോക്കിയേ भाई आप किधर से? बिहार से। हाँ, ये स्पेशल क्या है? टमाटर है। मेरे ബീഹാറിലുള്ളവരാ. ये पूरा आपका बिहार? ആ 1 2 3 4 വണ്ടി. ആദ്യം ഈ വണ്ടി ഒന്നും നടന്നത് കഴിഞ്ഞിട്ട് കുറേ ഇപ്പുറത്തെ 3 വണ്ടിയോളം വന്നത്. അങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അഞ്ചോടെ കിടന്നുറങ്ങാനുള്ള പരിപാടി നടന്നു. എല്ലാ സാധനം കൊണ്ടുവന്ന് വെച്ചുണ്ടാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കിടന്നുറങ്ങാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ നടക്കൂല. ഇനിയിപ്പോൾ പറയാതെ തടച്ചു ഒരുമാതിരി വൃത്തിയുടെ ചൂടും ഈ മനുഷ്യനെ കൊണ്ടേ ഒരു സുഖമില്ല. എന്താ ചെയ്യാല്ലേ, ആകെ തടച്ച. പിന്നെ എങ്ങനെയെങ്കിലും മറ്റേ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട്, അവിടേക്ക് എത്തിക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ ആകെ 30 കിലോമീറ്റർ വന്നിട്ടുള്ളൂ. ഇനി പോകാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല. വയ്യ ഒന്നും പറ്റിയില്ലെങ്കിൽ അവിടെ എൻ്റെ അടിക്കാൻ വേണ്ടി കഴിച്ചില്ല. അവിടെ കിടന്നുറങ്ങാൻ നടക്കുള്ളൂ. ക്ഷീണമായി ആകെ മൊത്തത്തിൽ ഡൗണാണ്. എന്താണെന്നറിയില്ല, ശരീരം കൊണ്ടൊന്നും റെഡി ആവുന്നില്ല. ചൂട് ഒരുമാതിരി വൃത്തിയുടെ ചൂട്. 35-38 ഡിഗ്രിയൊക്കെ ചൂട് വരണേ. ഇതിപ്പോൾ ഈ നേരത്ത് ഇങ്ങനെ അതിപ്പോൾ 2 മണി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതലാവും. സഹിക്കാൻ പറ്റില്ല, അതൊരു പ്രശ്നം. അങ്ങനെ അവർ നല്ല പടപടി ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. നമുക്ക് ഫുഡൊക്കെ തരാറുണ്ടെന്ന് ചില ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കല്. ജോലിക്കാരുടെ പയ്യൻ आप 2 आदमी है? हाँ आदमी है। ये पीने के पानी है? हाँ हाँ पीने लाए। ये सोया है? हाँ सोया। हाँ सोया है, आलू है, टमाटर आलू है। हाँ കുറേ ചോറ് തന്നിട്ടില്ല. അച്ചായ അതൊക്കെ കിട്ടാ നല്ല. അപ്പോൾ ലോറിക്കാരുടെ ഒപ്പത്തെ ഫുഡ് അടി ബൈ.
ये रात में ये कितना टाइम में बनाना है फूड? ये अभी अभी एक ही टाइम है? अब फिर शाम में बनाएंगे। हाँ सामने, हाँ शाम में रोटी बनेगा। रोटी बनाएगा, रोटी सब्जी फिर। हाँ ഓക്കെ. അങ്ങനെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ കുഞ്ഞു മക്കളെ. डेली निकाल रहे हैं, डेली अपलोड कर रहे हैं वीडियो. हाँ. आपका नाम क्या है? चंदन. चंदा. चंदन. ചന്ദൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ചൂട് സഹിക്കാൻ വേണ്ടിട്ട് ഒരുമാതിരി വൃത്തിയായിട്ട് ചൂടാട്ടോ. ചൂടാന്ന് വെച്ചിട്ടോ മരിച്ചു. ആളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് കിടന്നു. അവിടെ ഒരാൾ കഴിക്കേണ്ടിരുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ഇവിടെ എന്ത് ചൂടെന്ന് പറയാൻ സഹിക്കാനേ പറ്റുന്നില്ല. അവിടെ ഷൂ ഒക്കെ അവിടെ ചുള്ളു വെയിലത്ത് കുറച്ചേരം അവിടെ ഒന്ന് ചൂട് കുറയട്ടെ. ഇവിടെ തന്നെ കിടക്കാൻ ഇങ്ങനെ പാകില്ല. ഷീറ്റിൻ്റെ ചൂടും ഒക്കെ ഓടിയിട്ട് എല്ലാവരും പല്ലേക്കണതൊക്കെ ഈ നേരത്താട്ടോ. അവിടെയൊക്കെ പല്ലേക്കാണല്ലോ. ഭക്ഷണം കഴിക്കണേക്കാൾ മുന്നേ പല്ലേച്ചിട്ട് കിടക്കുക പരിപാടിയാണ്. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഇന്ന് എന്തായാലും അധികം ദൂരമൊന്നും പോവില്ല. കുറച്ച് കഴിഞ്ഞ് എവിടെയെങ്കിലും എടുക്കാനുള്ള പരിപാടി നോക്കാം. തീരെ വയ്യ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങി. നോക്കിയേ, യു പി ബീഹാറും ഒക്കെ ഫുൾ കൃഷി. ഒരു 5 കളിയാട്ടോ, ഒരു രക്ഷമില്ല. ഫുൾ കൃഷി എന്ന് പറഞ്ഞാൽ ഫുൾ കൃഷിയാണ്. റോഡ് നോക്കി നല്ല അടിപ്പ റോഡ്. റോഡ് മാത്രമല്ല, ചൂടും നല്ല അടിപ്പൻ ചൂടാണ്. രക്ഷയില്ലാത്ത ചൂടാണ്, സഹിക്കാൻ പറ്റില്ല. നേരത്തെ ഒന്നും ഒരു മഴക്കാർ പോലെ ഒന്ന് ഇടി കൊടുക്കണ സൗണ്ടൊക്കെ കേട്ടപ്പോൾ വേഗം ഇറങ്ങിയതായി. നല്ല ക്ലൈമറ്റ് ആവില്ല ഇറങ്ങി കഴിഞ്ഞാൽ. ആ ഇറങ്ങണ വരെ കാത്തു നിൽക്കും. പിന്നെ നല്ല ഇലയി ഇറങ്ങി കഴിക്കും. വീണ്ടും വീണ്ടും പറയണ്ട. കൈമൂർ ജംഗ്ഷൻ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. കൈമൂറാണാവോ നമുക്ക് പേര്? കൈമൂർ. അയ്യോ എന്ത് ചൂടാ മക്കളെ, പുറക്കെ ചുട്ടൂറിട്ടേ. ഗംഭീര ചൂടാ, പുറകെ ചുട്ടൂർ തുടങ്ങി. ഇവിടുന്ന് എങ്ങനെയും കടന്നു പോകണം, എന്നിട്ട് റെഡി ആവില്ല. ഈ ബീഹാർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റേറ്റിൽ എവിടുത്താണോ ഉള്ളത് നോക്കിയിട്ട് നമ്മൾ കാണേണ്ട 2 സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ല വണ്ടിയിൽ കയറ്റിട്ട് അപ്പുറത്തേക്ക് പോവുക. ചൂടെടുത്തിട്ട് മരിക്കണം. യു പിയിൽ കയറി റോഡിലുള്ളതാ. യു പി ഇപ്പോൾ ബീഹാറിൽ ചൂട് കുറയില്ല കൊണ്ടാടാ. ആ ഉത്തരാഖണ്ഡ് മര്യാദയ്ക്ക് പോയാൽ തീർന്നു. അവിടെ നല്ല മഴയപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് തേങ്ങ ഉണ്ടാക്കിയിട്ട് വേഗമൊക്കെ വീഴുക. ഫോണിൽ ചാർജും ഇല്ല. സാധാരണ ഉച്ചയ്ക്ക് കടരോടെ കിടക്കാറുണ്ട്. വെയിൽ കാരണം അവിടെയും കിടക്കാൻ പറ്റിയില്ല. ഓ റോഡാ വരെ നീണ്ടു എടുക്കുമല്ലോ. ആ പറ വലുത്ത് നീ വീണ്ടും കൊണ്ടാ വെയിലൊക്കെ കുറയാത്തേ. പറവയിലത്തോടെ പണിയെടുക്കണ നോക്കി ഇവരെ സമ്മതിക്കണല്ലേ. ഒരു തണൽ പോലെ അടിക്കണില്ലേ. ഫുള്ള് പുറത്തേക്കും മുഖത്തേക്കൊക്കെ വെയിലടിക്കുന്നുണ്ട്. ഇന്ന് പണിയെടുക്കണ നോക്കി ഇങ്ങനെ വീണോണ്ടിരിക്കുക. ശരിയപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ സ്റ്റേ റെഡിയാക്കി. ആകാശമൊക്കെ നോക്കി എന്താ രസം നോക്കിയല്ലേ. ഹൈവേറെ തൊട്ട് സൈഡിലാട്ടാ. ഞാൻ ഇന്നൊരു 3:45-4 മണിയാകുമ്പോഴേക്കും സ്റ്റേ റെഡിയായി. എന്ന് പറഞ്ഞാൽ പൂമഴിക്ക് ഒരു ഗുരുദ്വാര കിട്ടി. അപ്പോൾ നേരെ ആ ഗുരുദ്വാരയിൽ കയറാൻ ചോദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർ ഒരു 5:30 അവിടെ ഇരുത്തി. എന്നിട്ട് പിന്നെ പറഞ്ഞത് ഗുരുദ്വാരയിൽ കയറാൻ പറ്റുമോ, അതിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു. മുകളിൽ റൂമൊക്കെ ഉണ്ട്, പക്ഷെ അവർ ടെൻറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അടിയിൽ ആളിലടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ഗുരുദ്വാരയെ കാണിച്ചു തരാം കേട്ടോ. ആരാണാവോ ഈ ഗുരുദ്വാര കണ്ടില്ലേ? ആളാണ് നമുക്കത് റെഡിയാക്കി തന്നെ. അവിടെ മുകളിലിരിക്കുന്ന ആള് അവിടെ എന്തോ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുക. ആള് നിന്ന് നോക്കി പേടിപ്പിക്കുന്നത് എന്ത് സംഭവം എനിക്കോ. ഈ ഹാളാണ് തന്നുള്ളത്. അപ്പോൾ ആളുടെ ഉള്ളിൽ ഫാനുണ്ട്, പക്ഷേ ഫാനിന് തരി കാറ്റില്ല നമ്മളെ. അതാണ് സീന്. തീരെ കാറ്റുന്ന നമ്മൾ തീരെ കാറ്റില്ല. അതൊക്കെ പുള്ളിക്കൊന്നും ഇല്ല. ഞാൻ കുളി കഴിഞ്ഞിട്ടാ സെറ്റായി. കുളി കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖമാണെന്ന് അറിയൂ. ഇതിൻ്റെ ബാക്കിൽ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്ക്
എനിക്ക് കാണാൻ പറ്റില്ല ഞണ്ടി കയറണം. അതെ ടെൻ്റൊക്കെ അടിച്ചു, മോളിൽ അടിച്ചിട്ടില്ല, ഇവിടെ വെച്ചു ഡ്രസ്സൊക്കെ ഉണക്കാട്ടു. ഇനി ഇവിടുന്ന് ഫുഡ് കിട്ടാൻ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ മിണ്ടാണ്ട് കിടന്നുറങ്ങാം. അപ്പോൾ ശരി മക്കളെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒന്നും കൂടി വരാം കേട്ടോ. അപ്പോൾ ശരി.